ഹായ് ഫ്രണ്ട്സ്, സമത് ഡെയിലി ടെക് വീഡിയോസിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഞാൻ ചെയ്യാൻ പോകുന്നത് ചെറിയൊരു മിനി റോബോട്ട് ഉണ്ടാക്കി നോക്കിയാൽ നമുക്ക് വളരെ കുറഞ്ഞ ആർക്കും ചെയ്യാവുന്ന രീതിയാണിത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനൊരു മറക്കുക, അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ആദ്യം എൻ്റെ ചാനൽ കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് ബെല്ലൈക്കൻ ഓണാക്കിയാൽ ഞാൻ ഇതേമാതിരി പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് നിരന്തരം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നേരെ വീഡിയോ കണ്ട് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, അതിൻ്റെ ഐറ്റംസ് എന്തൊക്കെ നോക്കാം. 9 വോൾട്ട് ബാറ്ററി വേണം, പിന്നെ ബാറ്ററിൻ്റെ കണക്ടർ വേണം, പിന്നെ നമുക്കൊരു മിനി മോട്ടർ, ഒരു ഓൺ ഓഫ് സ്വിച്ച്, കുറച്ച് ഐസിൻ്റെ സ്റ്റിക്ക്, പിന്നെ പ്ലാസ്റ്റിക് ബോട്ടിലെ ടോപ്പ്, പിന്നെ ബ്രഷും ഒരു കളറും, പിന്നെ നമുക്ക് റീഫില്ലും തീപ്പെട്ടിൻ്റെ 2 സ്റ്റിക്കും. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ രീതി തന്നെ നമുക്ക് നോക്കാം. നമുക്ക് 9 വോൾട്ട് ബാറ്ററി മേലെ ഗ്ലൂ കൊണ്ട് ഉപയോഗിച്ച് 2 ഭാഗത്തായിട്ട് 2 സ്റ്റിക്ക് ഒട്ടിച്ച് കൊടുക്കാം. ഒരേ ലെവലിൽ കറക്റ്റാക്കി തന്നെ 2 സൈഡിലും ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ഒട്ടിച്ച് കൊടുത്തു. ഇനി നമുക്കിന് മുകളിലായിട്ട് നമ്മൾ മിനി മോട്ടർ ഗ്ലൂ ഉപയോഗിച്ച് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഒട്ടിച്ച് കൊടുത്തു. ഇനി നമുക്ക് നമ്മളടുത്ത സൈസ്റ്റിക്ക് 2 പീസായി കൊടുക്കണം. ഓക്കെ, ഒന്നുകൂടി ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ചെറിയ പീസ് മതി. 2 സൈഡത്തെ ഓവൽ ഷേപ്പ് ഉണ്ടല്ലോ, അതേമാതിരി 2 പീസ് വേണം. 2 അറ്റത്തെ 2 പീസ്. അപ്പോൾ ഓക്കെ, 2 ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തു. അതിന് നമുക്ക് ഗ്ലൂ ഉപയോഗിച്ച് നമ്മളെ ഇപ്പോൾ നേരത്തെ ഒട്ടിച്ച സ്റ്റിക്കണം അതിന് താഴെ ഭാഗത്തായിട്ട് ഒട്ടിച്ച് കൊടുക്കാനാണ് നമ്മൾ. ഓക്കെ, അതേമാതിരി ഒട്ടിച്ച് കൊടുക്കുക. 2 സൈഡിലും അതേമാതിരി ഗ്ലൂ ഉപയോഗിച്ച് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ഓക്കെ, അത് ഒട്ടിച്ച് കഴിഞ്ഞു. അതൊക്കെ ഇനി നമുക്ക് നേരത്തെ കട്ട് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം നമുക്ക് ഈ ഉണ്ടാക്കിയ സ്റ്റിക്കിൻ്റെ താഴെ ഭാഗത്തായിട്ട് നമുക്ക് ഒട്ടിച്ച് കൊടുക്കണം. നമുക്ക് കാല് പിന്നെ ചെരുപ്പ് മാതിരി ബൂട്ട് മാതിരി നമുക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. 2 സൈഡിലും ഒട്ടിച്ച് കൊടുക്കുക. കറക്റ്റ് സെൻറ്ററിലായി കഴിഞ്ഞാൽ 2 ഒരേ അളവിൽ ഒട്ടിച്ച് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് സെൻറ്ററിൽ ഒന്നുകൂടി ഒരു സ്റ്റിക്ക് കൂടി കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, നമുക്ക് കയ്യിനാണത്. അപ്പോൾ 2 സൈഡിലും സ്റ്റിക്കാക്കിയിട്ട് 2 സൈഡിലും അല്ല വീട്ടിൽ കാണാമായി തന്നെ ഒട്ടിച്ച് കൊടുക്കുക. 2 ഭാഗത്തും. അപ്പോൾ ഓക്കെ, 2 സൈഡ് ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഒന്നുകൂടി കട്ട് ചെയ്യണം. എന്നിട്ട് അതിന് ചെറിയൊരു പീസ് മതി നമുക്ക്, അത്ര വലിയ പീസിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഒന്നുകൂടി കട്ട് ചെയ്യാണ്. 2 ഒരേ അളവിൽ കട്ട് ചെയ്തെടുത്തു. അത് നമുക്ക് കയ്യിൻ്റെ അവിടെ കൊടുക്കാൻ തന്നെയാണത്. അപ്പോൾ ഗ്ലൂ ഉപയോഗിച്ചാണ് അതുകൂടെ ഒട്ടിച്ച് കൊടുക്കുക നമുക്ക്. അപ്പോൾ ഓക്കെ, 2 ഒട്ടിച്ച് കഴിഞ്ഞു. അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് നമ്മളെ സ്വിച്ച് ഇനി കണക്ഷൻസ് കൊടുക്കാം. നമുക്ക് ഗ്ലൂ ഉപയോഗിച്ച സ്വിച്ചിൻ്റെ വേക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. പിന്നെ ബാറ്ററി ക്ലിപ്പ് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി റെഡ് വയർ സ്വിച്ചിൻ്റെ ഏതെങ്കിലും ഒരു കാലിലായിട്ട് സോൾഡർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി ചെറിയൊരു വയറിൻ്റെ പീസ് എടുത്തിട്ട് സ്വിച്ചിൻ്റെ 2ാമത്തെ കാലിലായിട്ടും വയർ സോൾഡർ ചെയ്യാം. എന്നിട്ട് ആ വയറിൻ്റെ തല മിനി മോട്ടറിൻ്റെ ഏതെങ്കിലും ഒരു ലെഗിലേക്ക് സോൾഡർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, കഴിഞ്ഞു. ഇനി നമുക്ക് അതിന് നെഗറ്റീവ് വയർ ഉണ്ടല്ലോ, ബ്ലാക്ക് വയർ, അത് മോട്ടറിൻ്റെ 2ാമത്തെ കാലിലേക്ക് നമുക്ക് സോൾഡർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓക്കെ, സോൾഡറിങ് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച കുപ്പിൻ്റെ ടോപ്പിന് മുകളിലായിട്ട് നമുക്ക് നമ്മൾ വെള്ള പേപ്പർ ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. അതിന് നമ്മൾ ഫേവി ഗമ്മാണ് ഉപയോഗിക്കുന്നത്, ഏത് പശയായാലും മതി. അപ്പോൾ ഓക്കെ, നമുക്ക് പേപ്പർ ഒന്ന് ഒട്ടിച്ച് കൊടുത്തു.
ഇനി നമുക്ക് ചെറിയൊരു ചിത്രപ്പണി ചെയ്യണം. നമുക്ക് ഒരു സ്മൈലി മാതിരി ഒന്ന് വരച്ചു കൊടുക്കാം. ഓക്കെ, വല്ല ക്ലിയറൊന്നുമില്ല. ഓക്കെ, എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ ഓക്കെ, ഞങ്ങൾക്ക് അതേ മിനി മോട്ടറിന് മുകളിലായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. കണ്ടല്ലേ, വീഡിയോയിൽ കാണാൻ തന്നെ ഒട്ടിച്ച് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്കത് എടുത്ത് വെച്ചാൽ റീഫിൽ ഉണ്ടല്ലോ, അതൊന്ന് കട്ട് ചെറിയ പീസ് മതി. നമുക്ക് കട്ട് കഴിഞ്ഞാൽ കാൽ ഭാഗത്തിലേക്ക് ഒന്ന് മടക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ചെറിയ ഭാഗം നമുക്ക് മിനി മോട്ടറിൻ്റെ ലെഗിലേക്കൊന്ന് കയറ്റി കൊടുക്കാം. ഇനി നമുക്ക് ആ അടപ്പുണ്ടല്ലോ, അതിന് രണ്ട് സൈഡിൽ ഗ്ലൂ ആക്കിയിട്ട് നമുക്ക് ആ തീപ്പേൻ്റെ സ്റ്റിക്ക് ഉണ്ടല്ലോ, ആ രണ്ട് സൈഡിലേക്ക് ഒന്ന് പമ്പുമാരി ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. അതൊക്കെ അപ്പോൾ ഇനി ഏറുള്ള വയറൊക്കെ ഒന്ന് ഗ്ലൂ ഉപയോഗിച്ച് ഒട്ടിച്ച് കൊടുക്കാം. ഓക്കെ, ഒട്ടിച്ച് കഴിഞ്ഞു. ഓക്കെ, നമ്മൾ റോബോട്ടിൻ്റെ ഫിറ്റിങ്സ് കഴിഞ്ഞു. ഇനി നമുക്കിത് ബ്രഷ് ഉപയോഗിച്ചാണെന്ന് ജസ്റ്റ് ഒന്ന് കളർ ചെയ്ത് കൊടുക്കുക. കളർ ഞങ്ങൾ ഇഷ്ടം പോലെ കൊടുക്കാവുന്നതാണ്. ഞാൻ ബ്ലാക്കാണ് കൊടുക്കുന്നത്. ഞാൻ മൊത്തമായിട്ട് കൊടുക്കുന്നത് രണ്ട് സൈഡിലേക്കാണ് കൊടുക്കുന്നത്. രണ്ട് സൈഡിൽ പറഞ്ഞാൽ പിന്നെ കയ്യിൻ്റെ അവിടെയും നമ്മളെ ബൂട്ടുണ്ടല്ലോ ആ ഭാഗത്തായിട്ടാണ് കൊടുക്കുന്നത്. ഞാൻ ബ്ലാക്കാണ്, ഇഷ്ടം പോലെ കളർ എടുക്കാവുന്നതാണ്. ഞാൻ ബ്ലാക്കാണ് എടുക്കുന്നത്. അപ്പോൾ കയ്യിൻ്റെ ഭാഗം കളർ എടുത്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് നമ്മളെ ബൂട്ട് ഭാഗം അടിഭാഗം ഉണ്ടല്ലോ, ബൂട്ട് ഭാഗം, അപ്പോൾ ഓക്കെ അതും കളർ കൊടുക്കാം നമുക്ക്. അപ്പോൾ ഓക്കെ അതും കളർ എടുത്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കാം നമുക്ക്. ഓക്കെ, ഓണാക്കി. ഓക്കെ, സക്സസ്. ഓക്കെ, ഉസാറായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇന്ന് വീഡിയോ ഇഷ്ടപ്പെടുത്തി തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ആദ്യം എൻ്റെ ചാനൽ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ബെല്ലൈക്കൻ ഓണാക്കി ഞാൻ ഇതേമാതിരി പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന നിരന്തരം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.